കുട്ടിക്കാലത്ത് നടന്ന ഒരു സംഭവമാണ് എന്ന് പറയുന്നത്. അന്നൊക്കെ മൊബൈലൊന്നും അങ്ങനെ ഇല്ലല്ലോ. അപ്പോൾ ഒരു രാത്രി ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങളൊരു 5-6 വീടുണ്ട്. ആ വീട്ടിലെ സ്ത്രീകൾ, കുട്ടികൾ എല്ലാവരും കൂടി ഒന്നിച്ചിറങ്ങി മുറ്റത്തിരിക്കും. എന്തെങ്കിലുമൊക്കെ കഴിക്കാനും ഉണ്ടാവും. ഈ സമയത്ത് ഒരുപാട് കഥകളും പറയും. രാജാക്കന്മാരുടെ കഥകൾ, മഹാന്മാരായ ഔലിയാക്കളുടെ കഥകൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഇരിക്കുന്ന എല്ലാവരും തന്നെ മുസ്ലിംസ് ആയതുകൊണ്ട് മിക്കവാറും എല്ലാ ദിവസങ്ങളിലും ഔലിയാക്കന്മാരുടെ കഥകളാണ് പറയാറ്, നബിമാരുടെയും. അതിലൊരു മാമി നന്നായിട്ട് കഥ പറയും. അങ്ങനെ ഒരു ദിവസം മുഹീദ്ദീൻ ഷേഖ് എന്ന് പറയുന്ന ഒരു ഔലിയായുടെ കഥയാണ് പറഞ്ഞത്. അതായത് അദ്ദേഹം ആരുടെയും അനുവാദമില്ലാതെ ഒന്നും എടുക്കുകയോ കഴിക്കുകയോ ചെയ്യില്ല. അതിന് സാക്ഷ്യപ്പെടുത്തുന്ന ഒരു സംഭവമാണ് അന്ന് പറഞ്ഞത്. അവസാനം ഒരാളുടെ അനുവാദമില്ലാതെ ഈക്കൽ തുരുമ്പ് പോലും അവിടെ നിന്ന് എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് നിർത്തി. ഈ സംഭവം കഴിഞ്ഞ് ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോൾ, ഒരു ദിവസം ഒരു 4 മണിയായപ്പോൾ എൻ്റെ ഉമ്മ പറഞ്ഞു, അപ്പുറത്തെ വീട്ടിൽ പോയി ഒരു 10-12 വട്ടത്താമരയുടെ ഇല പറിച്ചുകൊണ്ട് വാ, ഇലയപ്പം വയ്ക്കാൻ. വീട്ടുകാരല്ലേ. അപ്പോഴേ പോയി. അവിടെ ചെന്നപ്പോൾ ആ വീട് അടച്ചിട്ടിരിക്കുന്നു. മാമി 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 എന്ന് വിളിച്ച് ഞാൻ ആ വീടിൻ്റെ ചുറ്റും കിടന്ന് കറങ്ങി. എന്താ കാരണം? മറ്റേ സംഭവമല്ലേ, കഥ മൈൻഡിൽ കിടക്കുകയാണ്. അനുവാദമില്ലാതെ എടുക്കാൻ പാടില്ലല്ലോ. ഈ കഥ കേൾക്കുന്നതിന് തൊട്ട് മുമ്പ് വരെയും നാട്ടുകാരുടെ മാങ്ങ, പേരയ്ക്ക, ചാമ്പയ്ക്ക, നെല്ലിക്ക, കാരയ്ക്ക എന്നിത്യാദി സാധനങ്ങൾ അടിച്ചു മാറ്റി കൊണ്ടുവന്ന് ഒരു ഉളുപ്പുമില്ലാതെ തിന്നുകൊണ്ടിരുന്ന ഞാനാണ് ഈ കിടന്ന് കറങ്ങുന്നത്. വിളിച്ചിട്ട് അവിടെ ആരുമില്ല. തിരിച്ച് വീട്ടിൽ പോയി. ഇലയെവിടെ? അവിടെ ആരും ഇല്ലമ്മ. വട്ടത്താമരയുടെ ഇല പറിക്കാൻ ആളെന്തിന്? അതിൻ്റെ മൂട്ടിലല്ലേ നിൽക്കുന്നത്? മരത്തിൽ കയറി പറിക്കണ്ടല്ലോ, ചോദിക്കണ്ടേ? പിന്നെ കനക കെട്ടി എടുക്കാൻ പോണം, പോയി എടുത്തോണ്ടാണ് ഇല. ശരി. തിരിച്ച് ആ വട്ടത്താമരയുടെ മരത്തിൻ്റെ അടുത്ത് വരെ ഞാൻ പോയി. പോകാനേ പറ്റിയുള്ളൂ, എനിക്ക് പറിക്കാൻ പറ്റില്ല. തൊടാനേ പറ്റില്ല, തോന്നിയില്ല. പക്ഷേ ഉമ്മാക്ക് ഇല കൊണ്ട് കൊടുക്കണം. ഇച്ചിരി ദൂരെയായിട്ട് എൻ്റെ ഒരു മാമാരുടെ വീടുണ്ട്. ആ മാമായുടെ വീട്ടിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്ന വീട്ടിലൊക്കെ വട്ടത്താമരയുടെ ഇലയുണ്ട്. ഒറ്റ ഓട്ടം അങ്ങോട്ട് വെച്ചു. അവിടെ പോയി ചോദിച്ച് ഇല വാങ്ങിച്ച് തിരിച്ച് അതുപോലെ പറന്നു വന്നു ഇല കൊണ്ട് കൊടുത്തു. നീ എവിടെ പോയി ഇല പറിക്കാൻ? റോഡിലുള്ള വീട്ടിൽ. എൻ്റെ അടുത്ത് ഇവിടെ നിന്നല്ലേ പറിക്കാൻ പറഞ്ഞത്? അത് മൊത്തം പുളിയുറുമ്പ്. പോരെങ്കിൽ കാക്ക തൂറി വെച്ചിരിക്കുന്നു, അതിലാണ് ഇല ഇപ്പോൾ പറിക്കണത്. കാക്ക തൂറിയ കാര്യം പറഞ്ഞപ്പോൾ ഒരു മടി എൻ്റെ ഉമ്മാക്കും. രക്ഷപ്പെട്ടു. അന്ന് ഇലയപ്പം വെച്ചിട്ട് ഒരു 7 മണിയൊക്കെ ആയപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ എടുത്ത് കഴിക്കണം. ചിലർ പറഞ്ഞു ഇത്തിരി വേവ് കുറവുണ്ടല്ലേ, ചിലർ പറഞ്ഞു ഇത്തിരി മധുരം കുറവുണ്ടല്ലേ. ഉമ്മ പറഞ്ഞു എന്തോ ഇത്തിരി മധുരം കുറവുണ്ടെന്ന് തോന്നുന്നു, ഇത്തിരി കൂടി ശർക്കര വേണമായിരുന്നു. പിള്ളേർക്കും അങ്ങനത്തെ അഭിപ്രായങ്ങൾ. ഇതൊന്നും പ്രശ്നമില്ലാതെ ഒരാളവിടെ നിന്ന് തട്ടി വിടുന്നുണ്ട് ഞാൻ. അവിടെ പിന്നെ പ്രശ്നമൊന്നുമില്ല, കിട്ടിയാൽ മതി എന്ന് എൻ്റെ ഉമ്മ. എൻ്റെ മുഖത്താണെങ്കിൽ ഭയങ്കര സന്തോഷം. അത് അവരെല്ലാം വിചാരിച്ച പോലെ തിന്നാൻ കിട്ടിയ സന്തോഷമല്ലായിരുന്നു. ചോദിക്കാതെ ഇല എടുത്തില്ലല്ലോ, അതിൻ്റെ സന്തോഷമായി. ഞാൻ എന്തിനാണിപ്പോൾ ഈ സംഭവം പറഞ്ഞെന്നറിയോ? അതായത് ഈ ലോകത്തുള്ള മിക്കവരും നമ്മളോട് ഓരോ കാര്യങ്ങൾ പറയുന്നത് പറയാൻ വേണ്ടി മാത്രവും നമ്മളത് കേൾക്കാൻ വേണ്ടി മാത്രവുമാണ്, പ്രവർത്തിക്കാൻ വേണ്ടി അല്ല. അതെൻ്റെ വെറും ഒരു വിശ്വാസമല്ല, ശരിക്കും അങ്ങനെ തന്നെയാണ്.
ഇനി മറ്റൊന്ന്, ഒരു കുട്ടിയുടെ മനസ്സിലുള്ള നന്മ അതാരെയും പറഞ്ഞു ബോധ്യപ്പെടുത്താൻ അത് ശ്രമിക്കില്ല. അങ്ങനെ ചെയ്യുമ്പോൾ മറ്റുള്ളവർ പുകഴ്ത്തി സംസാരിക്കും, അങ്ങനെ ഒരു ചിന്തയും അതിനുണ്ടായിരിക്കില്ല. അതിൻ്റെ ശ്രദ്ധ എപ്പോഴും അത് പ്രകടിപ്പിക്കാനായിരിക്കും. അത് പ്രകടിപ്പിക്കാൻ മാത്രമേ നോക്കൂ. അത് ചുറ്റുമുള്ളവർ തിരിച്ചറിയാതെ പോകുമ്പോഴാണ് പ്രശ്നം. അല്ലേ? ഇപ്പം വെള്ളത്തിനടിയിൽ കൂടി സഞ്ചരിക്കുന്ന തരംഗങ്ങൾക്ക് അത് പോകുന്ന വഴിയിൽ തടസ്സങ്ങൾ എന്തെങ്കിലും വരുമ്പോഴാണല്ലോ അത് നമുക്ക് നാശമായിട്ട് വരുന്നത്. അല്ലാതെ പോകുന്ന വഴിക്ക് ഇവിടെ ഒരു സുനാമി ഇരിക്കട്ടെ, അല്ലെങ്കിൽ ഇവിടെ ഒരു സുനാമി ഇരിക്കട്ടെ എന്നത് ചിന്തിക്കുകയല്ലല്ലോ. അതതിൻ്റെ വഴിക്ക് പോകും. അതിന് കുറുകെ വരുമ്പോഴാണ് പ്രശ്നം. അല്ലേ? അപ്പോൾ നന്മയെ തടയാതിരിക്കണം. ഒന്നിൻ്റെ പേരിലും അതിനെ തടയാതിരിക്കണം. ശരിയല്ലേ? മഹാന്മാർ അന്ന് മാത്രമല്ല ഇന്നും ഉണ്ട്. ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിമിഷത്തിലും ജനിച്ചും കാണും. അന്നത് തിരിച്ചറിയാൻ ആൾക്കാരുണ്ടായിരുന്നു, ഇന്നത് ഇല്ല.